ഓം ശാന്തി 4/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബന്ധനമുക്തരായി സേവനത്തിൽ തൽപരരായിരിക്കൂ. കാരണം ഈ സേവനത്തിൽ വളരെ ഉയർന്ന സമ്പാദ്യമുണ്ട്. 21 ജന്മങ്ങളിലേക്ക് നിങ്ങൾ വൈകുണ്ഠത്തിൻ്റെ അധികാരി ആകുന്നു. ഈ സംഗമയുഗത്തിൽ മാത്രമാണ് നമുക്ക് ഈശ്വരീയ സേവനം ചെയ്യാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈശ്വരീയ സേവനത്തിന് ഇത്രയും മഹത്വമുള്ളത്? ദ്വാപര കലിയുഗങ്ങളിൽ നമ്മൾ ഈശ്വരൻ്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇൻഡയറക്റ്റാണ്. കാരണം ഈശ്വരൻ്റെ യഥാർത്ഥ പരിചയം അന്നേരമില്ല. എന്നാൽ ഈ സംഗമയുഗത്തിൽ നമ്മൾക്ക് ഈശ്വരൻ്റെ വ്യക്തമായ പരിചയം ലഭിക്കുന്നു. ആ പരിചയത്തിൻ്റെ ആധാരത്തിൽ ബാബ ആരാണ്, എന്താണ് എന്നത് തിരിച്ചറിയുന്നു. ബാബയുടെ കുട്ടിയായി തീരുന്നു. അതായത് ഇവിടെ ഡയറക്റ്റ് കണക്ഷനാണ്. ഈ ഡയറക്റ്റ് കണക്ഷൻ്റെ ആധാരത്തിൽ നമ്മൾ ഈശ്വരീയ സേവനം ചെയ്യുമ്പോൾ അതിൽ വളരെ ഉയർന്ന സമ്പാദ്യമാണ്. 1 കോടി മടങ്ങാണ് തിരിച്ചുവരവ് വരുന്നത്. അതിനാൽ നാം ബന്ധനമുക്തരായി സേവനത്തിൽ മുഴുകണം. ബന്ധനമുക്തരെന്നാൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും നമ്മുടെ ജോലിയുമെല്ലാം ചെയ്തുകൊണ്ടും നാം അവയുടെ പ്രഭാവത്തിൽ നിന്ന് മുക്തരായി ബാബയുടെ സേവനത്തിൽ മുഴുകണം. കാരണം ഇപ്പോൾ മാത്രമേ 21 ജന്മങ്ങളിലേക്ക് വൈകുണ്ഠത്തിൻ്റെ അധികാരിയാകാനുള്ള പ്രയത്നം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിലൊന്നാണ് ഈശ്വരീയ സേവനം ചെയ്യുക എന്നത്. ചോദ്യം: ഓരോ കുട്ടിക്കും ഏത് ശീലം ഉണ്ടാക്കിയെടുക്കണം? ഉത്തരം: മുരളിയുടെ പോയിൻ്റ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ. ബ്രാഹ്മണി അല്ലെങ്കിൽ ടീച്ചർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പരസ്പരം കൂടെ നിന്ന് ക്ലാസ് നടത്തണം. മുരളി കേൾപ്പിക്കാൻ പഠിച്ചില്ലെങ്കിൽ തനിക്ക് സമാനം എങ്ങനെ ആക്കും? ബ്രാഹ്മണി ഇല്ലാതെ വിഷമിച്ചു പോകരുത്. പഠിത്തം വളരെ സിമ്പിളാണ്. ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കൂ. ഈ ഒരു പ്രാക്ടീസും ചെയ്യണം. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്. ടീച്ചറായി നമുക്ക് ദിവസവും മുരളി കേൾപ്പിച്ചു തരുന്നു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബാബ എപ്പോഴും പറയുന്ന കാര്യമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഇതുപോലെ സെൻറ്ററിൽ സിസ്റ്ററിന് എന്തെങ്കിലും സേവനം വന്ന് എവിടേക്കെങ്കിലും പോയി എന്നുണ്ടെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പത്തിലാകരുത്, വിഷമിച്ചു പോകരുത്. ക്ലാസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാവരും ടീച്ചർമാരാണ്. ഈ ജ്ഞാനം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അത് ഒരാൾ മാത്രം അല്ലെങ്കിൽ ചിലർ മാത്രം ചെയ്താൽ പോരാ. എല്ലാവരും ഈ ഒരു കല പഠിക്കണം. മുരളി കേട്ട് മനസ്സിലാക്കി അതിലെ പോയിന്റുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ പഠിക്കണം. ടീച്ചറില്ലെങ്കിൽ എല്ലാവരും കൂടി ക്ലാസ് നടത്തിച്ചു കൊണ്ടുപോകണം. മുരളി കേൾപ്പിക്കാൻ പഠിച്ചില്ല എങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ തനിക്ക് സമാനമാക്കും എന്നാണ് ബാബ ചോദിക്കുന്നത്. ഈ പഠിത്തമെന്നത് വളരെ എളുപ്പമുള്ളതാണ്, വളരെ സിമ്പിളാണ്. ഈ ക്ലാസ് നടത്തിക്കൊണ്ടു പോകണം. ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ചെയ്യണം. ഗീതം: മുഖം നോക്കൂ പ്രാണി, ദർപ്പണത്തിൽ പാപമെത്ര പുണ്യമെത്ര ജീവിതത്തിൽ എന്ന് നോക്കൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഉള്ളിൽ അസൂയ തുടങ്ങിയ പഴയ ശീലങ്ങളുണ്ടെങ്കിൽ അവ വിട്ട് പരസ്പരം വളരെ സ്നേഹത്തോടെ യോജിച്ചു പോകണം. അസൂയ കാരണം പഠിത്തം വിട്ടുകളയരുത്. 2. ഈ പഴയ ജീർണിച്ച ശരീരത്തിൻ്റെ ബോധം വിട്ടുകളയണം. ഭ്രമരിയെപ്പോലെ ജ്ഞാനം ഊതി ഊതി കീടങ്ങളെ തനിക്ക് സമാനമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ഈ ആത്മീയ ജോലിയിൽ മുഴുകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
ഉള്ളിൽ അസൂയ തുടങ്ങിയ എന്തെങ്കിലും മോശമായ പഴയ ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി പരസ്പരം സ്നേഹത്തോടെ യോജിച്ചു പോകണം. സാധാരണ നിലയിൽ മറ്റുള്ളവർക്ക് അസൂയയുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കാറുണ്ട്. എന്നാൽ നമുക്ക് അസൂയയുണ്ടോ എന്ന ചോദ്യം വന്നാൽ ഇല്ല എന്നാണ് എപ്പോഴും ഉത്തരവുള്ളത്. എന്നാൽ മറ്റുള്ളവരിൽ നാം അസൂയ കാണുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളിലുള്ളതുകൊണ്ടാണ് മറ്റുള്ളവരിൽ കാണുന്നത്. ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ അസൂയയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതുടൻ തന്നെ ബാബയോട് പറഞ്ഞ് തീർത്ത് കളയണം. അല്ലാതെ അതൊരു ശീലമാക്കരുത്. ഈ അസൂയ കാരണം പഠിത്തം വിട്ടുകളയരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പഴയ ശരീരം നശിക്കാൻ പോകുന്നതാണ്. ഇങ്ങനെ നശിക്കാൻ പോകുന്ന ഈ ജീർണിച്ച ശരീരത്തിൻ്റെ ബോധം വിട്ടുകളയണം. ഏതുപോലെ ഭ്രമരി അല്ലെങ്കിൽ വേട്ടാവുളിയൻ കീടങ്ങളെ ഊതി ഊതി അവയിൽ ചിറക് മുളപ്പിക്കുന്നു, പറക്കാൻ സാധിക്കുന്നവരാക്കി മാറ്റുന്നു, അതുപോലെ ജ്ഞാനം ഊതി ഊതി മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കണം. ഈ സേവനം ചെയ്യണം. ആത്മീയ സേവനത്തിൽ മുഴുകണം. വരദാനം: മനസ്സാ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്ന മുക്തിദാതാവായി ഭവിക്കട്ടെ. അതീന്ദ്രിയ സുഖത്തിൽ ആടുക, ഇത് സംഗമയുഗി ബ്രാഹ്മണരുടെ വിശേഷതയാണ്. എന്നാൽ മനസ്സാ സങ്കല്പങ്ങളുടെ ബന്ധനം ആന്തരിക സന്തോഷത്തെ, അതീന്ദ്രിയ സുഖത്തെ അനുഭവിക്കാൻ സമ്മതിക്കുന്നില്ല. വ്യർത്ഥ സങ്കല്പങ്ങളുടെ, അസൂയ, അശ്രദ്ധ, ആലസ്യത്തിൻ്റെ സങ്കല്പങ്ങളുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുക തന്നെയാണ് മനസ്സാ ബന്ധനം. ഇങ്ങനെയുള്ള ആത്മാവ് അഭിമാനത്തിന് വശപ്പെട്ട് മറ്റുള്ളവരുടെ തന്നെ ദോഷത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ തിരിച്ചറിയാനുള്ള ശക്തി സമാപ്തമായി തീരുന്നു. ഇതിനാൽ ഈ സൂക്ഷ്മ ബന്ധനത്തിൽ നിന്ന് മുക്തരാകൂ, എങ്കിൽ മുക്തിദാതാവായി തീരും. മനസ്സിൻ്റെ ബന്ധനങ്ങൾ എന്നാൽ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ബന്ധനമുണ്ട്, അസൂയയുടെ ബന്ധനമുണ്ട്, ആലസ്യത്തിൻ്റെ, അശ്രദ്ധയുടെ ബന്ധനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിന്ത വന്നു, ആ ചിന്തയിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ് എങ്കിൽ ഇതിനെയാണ് ബന്ധനമെന്ന് പറയുന്നത്. ഇത് മനസ്സിൻ്റെ ബന്ധനമാണ്. ആരാണോ മനസ്സിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവർ മറ്റുള്ളവരുടെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ തിരിച്ചറിയാനുള്ള ശക്തി സമാപ്തമാകുന്നു. മാത്രമല്ല ആന്തരിക സന്തോഷമോ അതീന്ദ്രിയ സുഖമോ അനുഭവിക്കാനും സാധിക്കില്ല. അതിനാൽ മനസ്സിൻ്റെ ബന്ധനങ്ങളെ സമാപ്തമാക്കൂ, എന്നാൽ മുക്തരായി മുക്തിദാതാവാകാൻ സാധിക്കും. സ്ലോഗൻ: ദുഃഖത്തിൻ്റെ അലകൾക്ക് അടുത്തേക്ക് വരാൻ സാധിക്കാത്ത തരത്തിൽ സന്തോഷത്തിൻ്റെ ഖനി കൊണ്ട് സമ്പന്നരായിരിക്കൂ. നമ്മുടെ അടുക്കൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലാണ് എങ്കിൽ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരില്ല. സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അവിനാശിയായ കാര്യങ്ങളുമായി ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ സന്തോഷം സ്ഥായിയായിരിക്കും. ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലും നശ്വരമായ കാര്യങ്ങളുമായി ബന്ധിക്കപ്പെട്ടതാണ്. അതിനാൽ അവിനാശിയായ ആത്മാവിൻ്റെ സ്ഥിതിയിലിരുന്ന് അവിനാശിയായ ബാബയെ ഓർമ്മിക്കൂ. അവിനാശിയായ ഡ്രാമയിലുള്ള നമ്മുടെ അവിനാശി പാർട്ടിനെക്കുറിച്ച് ചിന്തിക്കൂ. ഇങ്ങനെ അവിനാശി ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പോൾ സന്തോഷത്തിൻ്റെ ഖനി കൊണ്ട് സമ്പന്നമായിരിക്കും. പിന്നെ ദുഃഖം നമ്മുടെ അടുക്കൽ വരില്ല. ഓം ശാന്തി.